ഹായ്, നമസ്കാരം. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് കുറച്ച് പേര് വോയിസിലൂടെയും അതേപോലെ തന്നെ മെസ്സേജായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗട്ടർ റോഡ് എങ്ങനെ വണ്ടി ഓടിക്കും, അത് ഏത് ഗിയറിലാണ് ഓടിക്കുന്നത് എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള മറുപടിയാണിത്. അപ്പോൾ ഞാനത് എങ്ങനെയാണ് എന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം അത്യാവശ്യം റോഡുകൾ ഞാൻ നോക്കിയിട്ട് നല്ല റോഡുകളാണ് മിക്കതും. ഇപ്പോൾ ഒരു ഗട്ടർ റോഡ് ഇപ്പോൾ എങ്ങാണ്ട് സെലക്ട് ചെയ്തു. ഇപ്പോൾ അവിടെ ഞാനത് ഷൂട്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ റോഡ് ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം ഗട്ടറുള്ള റോഡ് ആണിത്. അപ്പോൾ അതിലൂടെ എങ്ങനെ വണ്ടി പോകണം, അതുപോലെ തന്നെ ഏത് ഗിയറിലിട്ട് ഓടണം എന്ന് ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ്. ഇത് എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ അവനെ കൊണ്ട് തന്നെ നമുക്കിത് ചെയ്യിക്കാം. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ ഗട്ടറിൽ ഒരിക്കലും നമ്മൾ നല്ല സ്പീഡിൽ പോകാറില്ല. അപ്പോൾ വളരെ സ്ലോയിലായിരിക്കും പോകേണ്ടത്. അതുകൊണ്ട് നിർത്തിയിട്ട് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ഫസ്റ്റ് ഗിയറിലിട്ട് തന്നെ വേണം എടുക്കാൻ. അപ്പോൾ ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം ബ്രേക്ക് ചവിട്ടി പിടിക്കാതെ തന്നെ ക്ലച്ച് മാത്രം വിട്ട് കഴിഞ്ഞാൽ ഏതൊരു വണ്ടി നീങ്ങിത്തരും. ആ ഒരു മൂവിങ്ങിൽ പതിയെ ഉരുട്ടിക്കൊണ്ടു പോവുക എന്നുള്ളതാണ്. അപ്പോൾ ആക്സിലേറ്റർ കൊടുക്കേണ്ട സിറ്റുവേഷൻ വരികയാണെങ്കിൽ മാത്രം ചെറുതായിട്ട് ആക്സിലേറ്റർ കൊടുത്താൽ മതി. ചിലർക്കൊരു ധാരണയുണ്ട് ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടി മാത്രം ക്ലച്ച് വിട്ടാലേ നീങ്ങത്തുള്ളൂ. അങ്ങനെയൊന്നുമില്ല, എല്ലാ വണ്ടിയും നീങ്ങും. അപ്പോൾ അതുപോലെ നമുക്ക് അതൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഗിയർ ഇട്ടിരിക്കുകയാണ്. അതേവൻ ഇപ്പം ക്ലച്ച് മാത്രം പതിയെ വിടുകയാണ്. വണ്ടി നീങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗട്ടർ റോഡിലൂടെ എങ്ങനെ ഓടിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അത്യാവശ്യം നല്ല കുഴികളൊക്കെ ഉണ്ട്. ഇതേപോലെ ഗട്ടർ റോഡിലൂടെ പോകുന്നവർക്ക് വേണ്ടി ഇത് ഞാൻ സമർപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു.